നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്ലേ ഓഫ് രണ്ടാം പാദ മത്സരത്തിൽ റയൽ മാഡ്രിഡിൻ്റെ മൈതാനത്ത് പോയിട്ട് വേണം സിറ്റിക്ക് കളിക്കാൻ. ആ കളി ബുധനാഴ്ചയാണ്. നമുക്ക് സാങ്കേതികമായി ഇന്ത്യൻ സമയം പറയുമ്പോൾ വ്യാഴാഴ്ച പുലർച്ചെ 1:30 ആ മത്സരം നടക്കുക. 2-3 എത്തിഹാദിൽ റയലാണ് വിജയിച്ചത്. ഇനി ബെർണാബുവിൽ പോയിട്ട് സിറ്റിക്ക് അത് തിരികെ പിടിക്കാൻ പറ്റുമോ? അതിനെക്കുറിച്ച് സംസാരിക്കുന്നു കാസെമിറോ. റയൽ മാഡ്രിഡിനായിട്ട് എത്ര പോരാട്ടങ്ങൾ വിജയിച്ചയാളാണ്. ഇപ്പോൾ അദ്ദേഹം യുണൈറ്റഡിലാണ്, സിറ്റിയുടെ നഗരവൈരികളുടെ നിരയിലാണ്. ഇപ്പോൾ അദ്ദേഹം ഒരു ഇൻ്റർവ്യൂ സ്പാനിഷ് മാധ്യമത്തിന് കൊടുത്തിട്ടുണ്ട്. അതിലാണ് ഈ ഒരു ചോദ്യം. 2-3 ഇത്തിഹാദിൽ റയൽ വിജയിച്ചു. ഇനി ബെർണാബുവിൽ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ, ബാക്കി കൂടി വിജയിച്ച് കയറാൻ അതവർക്ക് സഹായകരമാകുമോ സ്വന്തം മൈതാനത്തെ കളി? മറുപടി, കാസെമിറോയുടെ മറുപടി, യെസ്, ദിസ് ഈസ് ദി ബെർണബ്യൂ. ഇത് ബെർണാബു ആണ്. പക്ഷെ കെയർഫുൾ ആവണം, ബുദ്ധിമുട്ടുമായിരിക്കും. കാരണം സിറ്റി അവരുടെ ബെസ്റ്റിലല്ലെങ്കിൽ പോലും അവർ സിറ്റിയാണ്, അത് നമ്മൾ മറക്കരുത്. അവർക്ക് ഹാലൻഡുണ്ട്, ഡിബ്രോയിനയുണ്ട്, എഡേഴ്സിനെ പോലൊരു ഗ്രേറ്റ് ഗോൾ കീപ്പറുണ്ട്. എന്നാൽ മാഡ്രിഡ് ഒരുമിച്ച് നിൽക്കുമ്പോൾ, ബെർണാബുവിൽ അവരൊരുമിച്ച് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും സിറ്റിക്ക് കാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ പ്രതീക്ഷിക്കുന്നു റയൽ മാഡ്രിഡ് റൗണ്ട് ഓഫ് 16 ഉണ്ടാകുമെന്ന്. അതാണ് കാസെമിറോ പറയുന്നത്. അതായത് സിറ്റിയെ മറികടന്ന് റയൽ റൗണ്ട് ഓഫ് 16 എത്തും എന്ന് കാസെമിറോ ഉറച്ചു വിശ്വസിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.